ഗൈസ് ബാക്ക് ടു മൈ ചാനൽ ഭാവിയമ്മി 1122 വീഡിയോയ്ക്ക് പോണ മുമ്പ് എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ആണെങ്കിൽ മേക്കപ്പ് ഇട്ട് വെച്ചേക്കണം, മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് നേരത്തെ തുറക്കുമ്പോൾ തന്നെ ഒരു ഹെയർ ബോ ആയിട്ട് ഞാനിപ്പോഴത്തെ ഇവിടേക്ക് എടുത്ത് വെച്ചതാണ്. നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. ആദ്യം തന്നെ ഇതിപ്പം നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറയാം. ആദ്യം നമുക്കൊരു ഫൗണ്ടേഷൻ ഇടാം കേട്ടോ. അടച്ചു വയ്ക്കാൻ മറന്നേ. അപ്പൊ നമുക്ക് ഫൗണ്ടേഷൻ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാനത് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലാഗ് അടിപ്പിക്കണം. തേച്ചു ഇനി നമുക്ക് ഈ ബോയിടാം. ബോയിടാൻ ഭയങ്കര ഈസിയാണ്. ഏതായാലും എൻ്റെ ഇവിടെ ഞാൻ കട്ട് ചെയ്തോണ്ട് ഈ ഫ്രണ്ടിലോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇപ്പം സെറ്റ് എൻ്റെ വാലവിടെ. അത് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് തരാം. തുറക്കണം, അതാ കഷ്ടപ്പാട്, വേറെ ഒന്നുമില്ല. നമുക്കൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിടുന്നത് ഈ സ്റ്റുഡിയോന്ന് ഭയങ്കര മോയ്സ്ചറൈസറാണ്, നല്ല മോയ്സ്ചറൈസർ കേട്ടോ. ഇതിനൊരു ചോക്ലേറ്റ് സ്മെല്ലാണ്. ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയില്ലേ. ഇനി ഇതിൻ്റെ ഇത് നല്ലോണം ഉണ്ട്, ബട്ട് ഞാൻ തുറന്നേക്കണത് ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇതിങ്ങനെ ഞെക്കി ഞെക്കി പിഴിഞ്ഞാലത് വരത്തുള്ളൂ. അതാണ് ഇതിൻ്റെ കുഴപ്പം. വന്നു ഇത്. പിന്നെ ഇത് പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് ഫുൾ പൊട്ടിക്കണം. അന്ന് പയ്യെ വരത്തുള്ളൂ. നമുക്ക് മോയ്സ്ചറൈസർ ഇടാം. എനിക്ക് മോയ്സ്ചറൈസർ അധികം ഇടുന്നത് ഇഷ്ടമല്ല, കാരണം എൻ്റെ മുഖം ഓയിലിട്ടിരിക്കും. എനിക്ക് അതൊട്ടും ഇഷ്ടമല്ല. എൻ്റെ മുഖം ഇങ്ങനെ ഓയിലിടുന്ന എന്താ പോലെ എനിക്ക് തോന്നും. അങ്ങനെ മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അടുത്ത സാധനങ്ങളാണ്. അടുത്ത എല്ലാത്തിനും തുറന്ന് വെക്കാം കേട്ടോ. നമുക്കിനി എല്ലാത്തിനും ഈ ബോക്സ് തുറക്കണം, കാരണം ടൈം എടുക്കുവേ. സെക്കൻഡ് നമുക്കൊരു ബോഡി ലോഷൻ ഇടാം. നമുക്ക് എവിടെ വേണമെങ്കിലും ഇടാം കേട്ടോ. കയ്യിലാണ് ഡോൾ കിട്ടും. ഇത് തുറക്കാൻ പറ്റുന്നത് ഇതൊക്കെ ഇങ്ങോട്ട്. എനിക്കിതിൻ്റെ ക്യാപ്പ് തുറക്കാൻ കുറച്ച് പാട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയ്യിലിടണം. നമ്മൾ അധികം ഇടുന്നില്ല, ചെറുതായിട്ട് ഇടുന്നുള്ളൂ, കാരണം എനിക്ക് അധികം ഇഷ്ടമല്ല ബോഡി ലോഷൻ. എൻ്റെ സ്കിന്നിന് എനിക്ക് ഒരിക്കലും ഓയിൽ എടുക്കേണ്ട ഇഷ്ടമല്ല, കാരണം ഇങ്ങനെ തിക്കായിട്ടിരിക്കണം. ബട്ട് എൻ്റെ ഫേസ് നല്ല ഓയിലായിട്ട് ഇരിക്കണം, കാരണം തൊടുമ്പോൾ ഇങ്ങനെ സ്പ്ലിങ് ആയിട്ട്. പക്ഷെ എനിക്കിങ്ങനെ ഒരുപാട് മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീമും തേക്കാൻ ഇഷ്ടമാണ്. ഇത്രയും എൻ്റെ കയ്യിൽ ഇപ്പോൾ തേക്കിച്ചു മുഖത്ത് വെച്ചിട്ട്. ഇനി നമുക്ക് എന്താ വേണ്ടേ, ഈ ഒരു ബിബിയുടെ ഫൗണ്ടേഷൻ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ കുറച്ച് തിളങ്ങോളം തെറിച്ച് ഗൈസ്. എൻ്റെ എപ്പോഴും ഞാൻ ഈ സാധനം എടുക്കുമ്പോൾ തെറിപ്പിടും. നമ്മുടെ കാലിലോട്ട് വീണത് ചുണ്ടുമേ. കണ്ണുപോയതെന്തത്? കണ്ണുപോയതാണ്. ഇനി തൂക്കാൻ നമുക്ക് പോകാം. ഇന്ന് നമ്മൾ കണ്ടിന്യൂസ്ലി ആയിട്ട് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. ഞാനിപ്പോൾ വീഡിയോ ഇടാറില്ലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ യൂട്യൂബ് പോയപ്പോൾ ഇപ്പോൾ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. അന്നിട്ടതൊക്കെ പോയി ഗൈസ്, എൻ്റെ യൂട്യൂബ് എങ്ങനെയോ പോയി. അപ്പോൾ രണ്ടാമത്തെ യൂട്യൂബാണിത്. അപ്പോൾ അത് ഞാനിങ്ങനെ ആദ്യത്തെ വീഡിയോ ആട്ടത്. കൂടുതൽ ഷോർട്സ് ഇടാറ്. നമുക്ക് ടൈം കിട്ടുമ്പോൾ ഇടും ഞാൻ ഒരുപാട് വീഡിയോസ്. അപ്പോൾ അവിടെ ഫൗണ്ടേഷൻ ഇട്ടു. ഇനി അടുത്ത പൗഡർ ഇടാട്ടെ, കാരണം എൻ്റെ മുഖത്തിന് എത്ര ഫൗണ്ടേഷൻ ഉണ്ടായാലും ഈ പൗഡർ ഇടുമ്പോൾ എൻ്റെ മുഖം കറക്റ്റാവുള്ളൂ. അതെന്താ എനിക്ക് അറിഞ്ഞൂടാട്ടെ. പണ്ടുള്ള സുഖമാണ് പൗഡർ. എനിക്ക് ഭയങ്കര ക്രേസ്. അത് ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇതെന്തോട്ട് ഞാൻ മൈദയിൽ വീണ പോലെ കുഴപ്പമില്ല. തുടയ്ക്കാം. ഒരുപാടാവാനും പാടില്ല, എന്നുവെച്ചാൽ പൗഡർ ഇടുകയും വേണം. അങ്ങനെയാണ് എൻ്റെ ഒരു കണ്ടീഷൻ.
പൗഡർ ഇട്ട് ഇനി നമുക്ക് ഐ ഷാഡോ ഇടാം. ഐ ഷാഡോകൾ കണ്ണാടിയിൽ ഞാനിവിടെ വീഡിയോ എടുക്കണ കാണാം കേട്ടോ. ഏത് കളർ വേണം? റെഡല്ല ഞാൻ ഇട്ടേക്കണം, പക്ഷെ റെഡും മാച്ചല്ല. ഞാനിപ്പം എൻ്റെ എല്ലാം റെഡ്. അപ്പം നമുക്കിപ്പോൾ എന്താ ഇടാം? ഈ ഒരു കളർ ഇടാം. റെഡ് തന്നെ വേണോ അത് വേറെ വേണം? അതൊന്നും കുഴപ്പമില്ല, റെഡ് തന്നെ ഇടാം. അല്ലെങ്കിൽ വേണ്ടേ ഈ ഒരു ഷെയ്ഡ് ഇടാം, ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്. അല്ല ഇത് പിങ്കാണ്. ഇത് പിങ്ക് ഷെയ്ഡാട്ടോ. നമുക്ക് ലൈറ്റ് പിങ്കോ ഡാർക്ക് പിങ്കാന്ന് തോന്നുന്നത്. ഇത് സിൽക്കില്ല, അതാണ് നമുക്ക് ഈ ഒരു പിങ്ക് ഇടാം കേട്ടോ. കറക്റ്റായ അടിയിലൊക്കെ എപ്പോഴും വരും ഞാൻ എപ്പോൾ മേക്കപ്പ് ചെയ്താൽ. ലാസ്റ്റ് നമ്മൾ എപ്പോഴും ഈ ഐ ഷാഡോ ആണ് ഈ വൈറ്റ് കളറോട് ചേർത്തിട്ടുണ്ടാവും, നല്ല കൃത്യ ലുക്ക് കിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് വൈറ്റ് ഇട്ടു കേട്ടോ. വൈറ്റ് ഇടുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലിറ്ററിങ് ഒരുപാടുണ്ട്. കണ്ടോ ഇപ്പം സെറ്റായില്ലേ? ഐ ഷാഡോ ഇട്ട് നമുക്കിനി ഐബ്രോസ് എല്ലാം ഫില്ല് ചെയ്യാം. തുറക്കാൻ പറ്റില്ല. ഐബ്രോസ് ഫില്ല് ചെയ്യാൻ. ഞാൻ ഐബ്രോസ് അങ്ങനെ ഫില്ല് ചെയ്യാറില്ല, എനിക്കിഷ്ടമായിട്ട് ഫില്ല് ചെയ്യാം. പക്ഷെ ഒരുപാട് ഡാർക്ക് ആയിട്ട് ചെയ്യാൻ പാടില്ല, ലൈറ്റായിട്ട്. എനിക്ക് പൊതുവേ ബ്ലാക്കാണ് ചെയ്യാറ്. ഇപ്പം പക്ഷേ ബ്രൗൺ തീർന്നു, ഇന്ന് എൻ്റെ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. തുറക്കാൻ കൊള്ളാമോ? കണ്ടോ? ഞാൻ ഐബ്രോസ് ചെയ്തുള്ള കുഴപ്പം നിങ്ങൾ കണ്ടു. ഇവിടെ സ്പ്രെഡോ അങ്ങനെ. എൻ്റെ ഐ ഷാഡോ ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇത് കുഴപ്പമില്ല. എനിക്കിങ്ങനെ ഇതിൻ്റെ മുമ്പിലൊന്നും മര്യാദയ്ക്ക് എഴുതാൻ പറ്റില്ല, ക്യാമറയുടെ മുമ്പിലിരുന്നു. അത് എഴുതിയിട്ട് നമുക്ക് കാണാം. നമ്മൾ അടിയിൽ കൺവീൻസ് ചെയ്തിപ്പോൾ വാല് ഇത്തിരി കൂടിപ്പോയി ഞാനത് കളഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മേലെ ഐലൈനർ എഴുതാം. ഓക്കെ, നമുക്ക് നേരെ ഐലൈനർ എഴുതാം. ഇനി ഐലൈനർ ഇവിടെ വെച്ചിരുന്നില്ല കാണാൻ. ഓക്കെ, ഐലൈനർ ഫില്ല് ചെയ്യാം. എനിക്ക് ഐലൈനർ ഫില്ല് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുമ്പിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ മിററിൽ ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഈ ഐലൈനർ ഉണക്കായിട്ട് ഇതൊരു മിനി ഫാനായിട്ട് നല്ല രസമല്ലേ? ഇത് ഞാൻ ചർച്ച് ഫീസിനാണ് വാങ്ങിയത്. എത്ര മണിക്കാലും എൻ്റെ മേളിൽ സ്പ്രെഡ് ആവുന്ന എന്തോ ഒരു കളക്ക് വ്യത്യാസമുണ്ട്. എന്തായാലും നമുക്ക് മേളിൽ സ്പ്രെഡായി. അയ്യോ, അത് നമുക്ക് നോക്കാം. നമുക്ക് കളയാം കേട്ടോ, ലാസ്റ്റ് കളയാം. അപ്പോൾ നമുക്കിനി കുറച്ച് മറ്റേ പൗഡർ ഫൗണ്ടേഷൻ ഇല്ലേ, അതിടാം. കോമ്പാക്ട് പമ്പളിട്ടു. ഇനി നമുക്ക് മുടി ചെയ്യണം. പിന്നെ ഇത് നമുക്കൊന്ന് റബ്ബ് ചെയ്തിട്ട് ഞാൻ വരാം. റബ്ബ് ചെയ്തപ്പോഴേക്കും അവിടുത്തെ ഫൗണ്ടേഷൻ അങ്ങോട്ട് പോയിട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം ഫൗണ്ടേഷൻ ഉണ്ടാവും. ഐലൈനറും സ്പ്രെഡ് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് ഒരു പൊട്ട് ഇടാം. തുറക്കാൻ പറ്റില്ല. നമുക്ക് ആദ്യം മസ്കാരയാണ്. മസ്കാര ഇസ് മസ്റ്റ്. നമ്മൾ ഇട്ടിട്ട് വരാം. നമുക്ക് ഒരു സ്മോൾ പൊട്ട് തൊടാം. കിട്ടി. പൊട്ട് കിട്ടും. ഇനി നമുക്ക് ലിപ്സ്റ്റിക് കൂടി ഇടാം. ലിപ്സ്റ്റിക് എവിടെയാ? ലിപ്സ്റ്റിക് കിട്ടി. എനിക്ക് പൊതുവെ റെഡ് ലിപ്സ്റ്റിക് ആയിട്ട് കൂടുതൽ ഇഷ്ടം.
ലിപ്സ്റ്റിക് ആയിട്ട് പിന്നെ ബ്ലഷ് ഇടുന്നതൊന്നും നിയമമുണ്ടല്ലോ. നിയമമില്ല, ഞാൻ വെറുതെ പറഞ്ഞു. എനിക്ക് ബ്ലഷ് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് അപ്ലൈ ചെയ്ത കർണക്കുട്ടി കാര്യം പുകച്ച പോലെ ഉണ്ടാവും. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഞാനൊന്ന് ഇങ്ങനെ ഒരു കുരു പോലെ ഇങ്ങനെ എടുക്കും, ഒരു മുറിഞ്ഞ പോലെ. എന്നിട്ടത് നമ്മൾ ലൈക്ക് ദസ്. എൻ്റെ ഒരു ബ്ലഷ് ഉണ്ടായിരുന്നു, ബട്ട് അതൊക്കെ ഇപ്പോൾ പൊട്ടിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ നെയിൽ ക്യൂട്ടസ് ചെയ്തത് എങ്ങനെയുണ്ട് ഇപ്പം ഞാൻ വളർത്തണ്ടിട്ട്. ഇങ്ങനത്തെ കട്ടി ലിപ്സ്റ്റിക് ഇട്ടാൽ അത് പോവില്ല കേട്ടോ. അതായത് നമുക്ക് ഉറച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഒന്ന് ബ്രഷിട്ട് നമുക്ക് മുടി ഒന്ന് ചെയ്യാം. എന്നിട്ട് മുടി ചെയ്യാം. മുടിയുടെ ഈ ഫസ്റ്റ് ഈ സാധനം നയിച്ച് മാറ്റാം. അയ്യോ താഴോട്ട് ആദ്യം ഓരോന്നോരോന്നായിട്ട് ഇനി കൊട്ടയിലേക്ക് ഇങ്ങനെ കടത്താം. മുടി ഞാനൊന്ന് കോംബ് ചെയ്തിട്ട് വരാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കാൻ മറക്കല്ല. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈസ്റ്റർ. ബൈ.